ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ 2 ഡ്രോണുകൾ US സേന വെടിവെച്ചിട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം വീണ്ടും നടക്കുന്നു എന്നുള്ളതാണ്. ബഹറിലേക്കും കുവൈറ്റിലേക്കും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അമേരിക്കൻ താവളങ്ങളെയാണ് ആക്രമിച്ചത് എന്നാണ് ഇറാന്റെ മറുപടി. ഈജിപ്ത്, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പശ്ചിമേഷ്യയിൽ ഇനി ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അവരുടെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ മരവിപ്പിച്ച സ്വത്തുവകകൾ കൊണ്ട് വീട്ടുമെന്നിപ്പോൾ US വ്യക്തമാക്കിയതും പുതിയ ഒരു സാഹചര്യമാണ്. ഇതിനിടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു തലത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള സംഘം ഇപ്പോൾ ഇറാനിലെത്തി എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇസ്രായേൽ ഇതിനിടെ ലെബനനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഒരു ജനറൽ ഉൾപ്പെടെ 3 സൈനിക ഉദ്യോഗസ്ഥർ ലെബനനിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവിടുന്നത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുകയാണ്. അജയ്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വീണ്ടും ആക്രമണങ്ങൾ നടക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്നുള്ളതാണ്. ആക്രമണങ്ങളെ അപലപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇറാൻ അവരുടെ ന്യായമെന്ന് പറയുന്നത് അമേരിക്കൻ താവളങ്ങളിലേക്കാണ് ഈ ആക്രമണം എന്നാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ശക്തമായ ആക്രമണം ഇപ്പോഴും ഗൾഫ് മേഖലയെ ആശങ്കയിലാക്കി തുടരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലത്തെ സാഹചര്യം നോക്കിയാൽ ഇന്നലെ രാത്രി വരെ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ അവരുടെ ആക്രമണം അഴിച്ചുവിട്ടത്. ഈ ആക്രമണം ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചും ഈ ആക്രമണം നടക്കുന്നുണ്ട് എന്നത് പ്രത്യേകതയാണ്. ലോക വ്യാപാരം അത് കാരണം വളരെയധികം ഒരു ആശങ്കയിലായിട്ടുണ്ട്. അവിടെയുള്ള കപ്പലുകളുടെ ഗതാഗതം എല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക കപ്പലുകളെ ലക്ഷ്യമാക്കി വന്ന 2 ഇറാനിയൻ ഡ്രോണുകൾ ഇപ്പോൾ ഏറ്റവും പുതുതായി നശിപ്പിച്ചിട്ടുണ്ടെന്ന് അവരുടെ US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലുള്ള വിവിധ രാജ്യങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിൽ നിരവധി രാജ്യങ്ങളാണ് അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഈജിപ്ത്, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇതിനെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. ബഹ്റൈൻ പറയുന്നത് തങ്ങളുടെ ക്ഷമയെ വെറും ബലഹീനതയായിട്ട് ഇറാൻ കാണരുത്. മിസൈലുകൾക്കും അല്ലെങ്കിൽ ഡ്രോണുകൾക്കും കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനാകില്ല എന്നും ബഹ്റൈൻ ഒരു മുന്നറിയിപ്പ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഈ വിശദീകരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അജയ്, ഈ വിശദീകരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ താവളങ്ങൾ, ഈ മേഖലകളിലൊക്കെ അമേരിക്കയുടെ താവളങ്ങൾ കാര്യമായി ഉണ്ടല്ലോ. ഈ അമേരിക്കൻ താവളങ്ങളിലേക്കാണ് ആക്രമണമെന്നാണ് ഇറാൻ പറയുന്നത്. നേരത്തെയും സമാനമായി തന്നെ തങ്ങൾക്ക് നേരെയുള്ള അധിനിവേശത്തിനെ ചെറുക്കുന്നത് ഇത്തരം അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചായിരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണം ഗൾഫ് രാജ്യങ്ങളുടെ, അമേരിക്കയുടെയൊക്കെ മറ്റും എന്താണ്? അത്തരം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് അമേരിക്കയെ ഒരു തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 2ാം ഘട്ടത്തിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾ. ആദ്യഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് നിരവധി ആക്രമണങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അത് പുനരാരംഭിച്ചിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഉള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഗൾഫ് മേഖലയിലുള്ള ഈ കുവൈറ്റിനെ ആണെങ്കിലും ബഹ്റൈനെ ആണെങ്കിലും ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നാണ് അമേരിക്കയുടെ ആക്രമണങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ അമേരിക്ക സമ്മർദ്ദത്തിലായിരിക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ഈ നാശനഷ്ടങ്ങൾ, അതിന് പരിഹാരം ഇറാനെ വെച്ച് തന്നെ കാണാനുള്ള ഒരു ശ്രമത്തിലാണ് അമേരിക്ക. അതായത് അമേരിക്ക ഇറാൻ്റേതായിട്ട് ലോകം മുഴുവൻ ഏതാണ്ട് $24 ബില്യൺ സ്വത്തുവകകൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീസ് ചെയ്ത സ്വത്തുവകകൾ ഉപയോഗിച്ച് തന്നെ ഇറാൻ്റെ ആക്രമണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താനാണ് ഇപ്പോൾ അമേരിക്ക ഒരു ആലോചനയിലുള്ളത്. ഇതിപ്പോൾ പൂർണ്ണമായിട്ടും തീരുമാനിച്ചിട്ടില്ല. അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റിന്റെ നേതൃത്വത്തിൽ ഇതിനെപ്പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ, അതായത് ഈ 2ാം ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെ പറ്റി വിലയിരുത്താനായിട്ട് അമേരിക്കയുടെ ഒരു സംഘത്തിനെ സ്കോട്ട് ബെസറ്റ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ പ്രത്യേക ഉപദേഷ്ടാവ് ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുവകകൾ പൂർണ്ണമായിട്ടും വിട്ടു നൽകിയാൽ മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്നുള്ള ഒരു പ്രസ്താവന CNN നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ നൽകിയിരുന്നു. ആ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ ഇത്തരം ആലോചനകൾ നടക്കുന്നതായിട്ടുള്ള ചില അഭ്യൂഹങ്ങളും ഉണ്ടാകുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.